ഇന്ന് രാവിലെ കേരളം കണികൊണ്ടുണരുന്നത് അല്ലെങ്കിൽ കേട്ടുണരുന്നത് വളരെ ഒരിക്കലും ഒരിടത്തും നടക്കാത്ത, ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു മൃഗീയമായ ഒരു പീഡനമാണ്. അതായത് കായംകുളത്ത് വെച്ച് യാത്രക്കാരടങ്ങിയ ഓട്ടോ അവിടെ മറിയുന്നു. അതിൽ പ്രധാനമായിട്ട് 25 വയസ്സുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ അവിടെ കായംകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡൻറ്റോ സിനിൽ സബാദ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ പെൺകുട്ടിയെ ഈ ഓട്ടോയിൽ നിന്ന് വലിച്ചെടുത്ത് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഈ കയറ്റിയപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടിയോട്, ഈ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ പെൺകുട്ടിയോട് വളരെ ലൈംഗികമായി ഉപദ്രവിക്കുകയുണ്ടായി. ഇതെങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ വളരെ മൃഗീയമായിട്ടുള്ള മുറിവുകൾ കാണപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചത് എന്താ പറ്റിയത്, ഇതെങ്ങനെ ഈ അപകടത്തിൽ നിന്ന് പറ്റിയതല്ലോ. അപ്പോൾ പെൺകുട്ടി ആദ്യമൊന്നും പറഞ്ഞില്ല, പക്ഷേ നിർബന്ധിച്ചപ്പോൾ തുറന്നു പറഞ്ഞു. ഡോക്ടർ വളരെ ധൈര്യപൂർവ്വം പോലീസിനെ വിളിച്ചു വരുത്തി ഈ മുറിവുകളും പാടുകളും ഒക്കെ കേസ് ഷീറ്റിൽ എഴുതി ചേർക്കുകയും പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് 4-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്, ഏപ്രിൽ 4-ാം തീയതി. പക്ഷേ അതിനുശേഷം ഒരു നടപടി എടുത്തില്ല. എന്നിട്ട് ഈ സിനിൽ സബാദ് എന്ന് പറയുന്ന വ്യക്തി, അതായത് പ്രതിയായ വ്യക്തി, ഈ പോലീസിൽ പരാതി കൊടുത്തത് അറിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തുകയും പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പരാതി പിൻവലിക്കാൻ വേണ്ടി 22 ലക്ഷം രൂപ ഓഫർ ചെയ്തെന്നാണ് പറയുന്നത്. കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പെൺകുട്ടി കൊല്ലത്തെങ്ങാണ്ടുള്ള പെൺകുട്ടിയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ നിന്ന് ആ സമയത്തോ പിറ്റേ ദിവസം അവിടെ നിന്ന് കൊല്ലത്ത് പോയിട്ട് കേസിനെ കുറിച്ച് അറിയാൻ വേണ്ടി, എന്തായാലും കേസ് കൊടുത്തു പോയില്ലേ, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നപ്പോൾ ആ പോലീസുകാർ ചോദിച്ചത് ഒറ്റയ്ക്കൊക്കെയാണോ വരുന്നത്, ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലേ. അത് വളരെ നിഷ്ക്രിയമായ രീതിയിൽ, അതായത് ഇതിൽ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ കായംകുളം പോലീസിൻ്റെ നിഷ്ക്രിയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കേസ് കൊടുത്താൽ 2 ദിവസം പുള്ളി ഒളിവിൽ പോയി. പക്ഷേ 3-ാം ദിവസം മുതൽ ഇയാൾ കായംകുളം ടൗണിൽ ഞെളിഞ്ഞ് നടക്കുകയും നമ്മുടെ ഇലക്ഷൻ്റെ കലാശക്കൊട്ടിലൊക്കെ ഭയങ്കരമായിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനെതിരെ പോലീസ് കേസെടുത്തു, FIR ഇട്ടു, എല്ലാം ചെയ്തു. പക്ഷേ ഒരു നടപടി എടുക്കുകയോ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയോ രഹസ്യ മൊഴിയെടുക്കുകയോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്? അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയാണ്. ഇനി അടുത്ത വരുന്ന സർക്കാരെങ്കിലും പോലീസുകാരോട്, ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാനും ജനങ്ങളൊരു പരാതി കൊടുത്താൽ നടപടിയെടുക്കാനും പറയണം. അത് ഇങ്ങനെയുള്ള കേസുകളെന്ന് പറഞ്ഞാൽ ഓൺ ദി സ്പോട്ടിലാണ് നടപടിയെടുക്കേണ്ടത്. ഞാനിത് പറയാൻ കാരണം എന്ന് പറയാം, ഈ വാർത്ത അറിയാതെ പലരും കമൻസ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഈ വാർത്ത ഇതെന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.